ഗായ്സ് ഗുഡ് മോർണിംഗ്. സോ നമ്മളിന്നൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. യാത്ര എവിടത്തേക്കാണെന്നുള്ളത് വിശേഷം വരുന്നതിന് മുമ്പ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കാഠ്മണ്ഡു സ്വയംഭുനാഥ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ്. സോ കാഠ്മണ്ഡുവിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലങ്ങളിൽ ഒന്നായിട്ടുള്ള സ്വയംഭുനാഥ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നമ്മളൊരു ഇൻ്റർനാഷണൽ ബസ് യാത്രയിലേക്കുള്ള ഒരുക്കത്തിലാണ്. സോ ഇതിനു മുമ്പ് നമ്മളൊരു ഇൻ്റർനാഷണൽ ബസ് യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാഠ്മണ്ഡുവിലുള്ള സ്വയംഭുനാഥ് ക്ഷേത്രം. വലിയൊരു ക്ഷേത്രമണ്ഡപമാണ്. ഒരു ടൂറിസ്റ്റിൻ്റെ മെയിൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാഠ്മണ്ഡുവിൽ വരുന്ന ഹിന്ദു റിലീജിയസിലായിട്ട് വിശ്വസിക്കുന്നവരിൽ ഭൂരിഭാഗം, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നും കൂടിയാണിത്. രണ്ട് ക്ഷേത്രമാണ് ഇവിടെ പ്രശസ്തമായിട്ടുള്ളത്. ഒന്ന് സ്വയംഭുനാഥ്, മറ്റേത് രണ്ടാമത്തത് പശുപതി. ഈ രണ്ട് ക്ഷേത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഔട്ട്ലൈൻ വ്യൂ ആണ്. യാത്രേൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബസ് കയറാൻ വേണ്ടി വന്നേരം അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുക്കുന്നതാണ്. നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. സ്വയംഭുനാഥ് ടെമ്പിളിന് മുന്നിലാണ് നമ്മുടെ ബസ് പോയിൻ്റ് ഉള്ളത്. ആ ബസ് കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് ബസ്സിൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ കൂടുതൽ കാണാം. ഗൈസ് വെൽക്കം ടു വി വൈബ് വൺസ് അഗെയിൻ. നമ്മളൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇൻ്റർനാഷണൽ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു, സിലിഗുരി ടു കാഠ്മണ്ഡു. ഇന്ന് നമ്മൾ കാഠ്മണ്ഡു ടു ഡൽഹി, കാഠ്മണ്ഡു നിന്ന് ഡൽഹിയിലേക്ക് ഒരു ബസ് യാത്രയ്ക്ക് വരികയാണ്. സോ ഡൽഹി കാഠ്മണ്ഡു ഭാരത് നേപ്പാൾ മൈത്രി ബസ് സർവീസ്, ഡൽഹി കോർപ്പറേഷൻ്റെ ബസ്സാണ്, വോൾവോ ബസ്. സോ കാഠ്മണ്ഡു സ്വയംഭൂ എന്നാണ് ബസ് വിടുന്നത് രാവിലെ 10 മണിക്ക്. അതുപോലെ തന്നെ ഡൽഹി അംബേദ്കർ ടെർമിനലിൽ നിന്നാണ് ബസ് നേപ്പാളിലേക്ക് വരുന്നത്. ഏകദേശം 2860 രൂപയാണ് ടിക്കറ്റ് ഫെയർ. ഒരു 26 മണിക്കൂർ 28 മണിക്കൂർ യാത്രയുണ്ട്. സോ സ്വയംഭുനാഥ് ടെമ്പിളിൻ്റെ അടുത്ത് നിന്നും നമ്മുടെ ബസ് യാത്ര തുടങ്ങുകയാണ് ഡൽഹിയിലേക്ക്. സോ വഴിയരികളുടെ കാഴ്ചകളും, ബസ് സാധാരണ നോർമൽ വോൾവോ ബസ്സാണ്. സോ നമുക്ക് ബസ്സിൻ്റെ യാത്രയും കാഴ്ചകളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ആസ്വദിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമ്മുടെ ബസ്സിലേക്കുള്ള ലഗേജൊക്കെ ഓൺബോർഡിങ് തുടങ്ങിയിരിക്കുന്നു. സോ ബസ്സിൽ ലഗേജൊക്കെ ആഡ് ചെയ്തു. ഇവിടെ തന്നെ ഒരു കൗണ്ടറിൽ നിന്ന് ടാഗ് ചെയ്തു. ടാഗ് ചെയ്തതിന് ശേഷം ബസ്സിലേക്ക് ലഗേജ് ആഡ് ചെയ്തു. നമുക്ക് അടുത്ത പ്രോസസ്സിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ ബസ് കയറി, നമ്മുടെ ബസ്സിലിരുന്നു. വിൻഡോ സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ബസ് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. സോ നമ്മുടെ ബസ് നേപ്പാൾ കാഠ്മണ്ഡു സിറ്റിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 2-3 hours കണ്ടിന്യൂ ജേണിയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു ടീ ബ്രേക്കോ ലഞ്ച് ബ്രേക്കോ ഉണ്ടാവും. കാഠ്മണ്ഡു സിറ്റിക്കകത്തുനിന്ന് ബോർഡർ ക്രോസിംഗ് കഴിഞ്ഞു. ठीक है, शाम को बात करूँगा बोर्ड से। अरे यार मेरे सर्टिफिकेट नहीं है, कल भी आपको 15-20 तक बनता है तो बना दे। उसके बाद 25-30 का बनता है। अब तो बोल दिए तो बनाना है, बना दे। മോശം ഒരു 2-3 hours ജേണി. റോഡ് വളരെ മോശമാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ദാദിങ് എന്നുള്ള സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കപ്പലിങ്ങനെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യാസ്തമയത്തോടെ എടുത്തിരിക്കും. കാഠ്മണ്ഡു ടു സുനോലി ഓൾമോസ്റ്റ് 80% റോഡ് ഇപ്പോൾ ഓഫ് റൈഡാണ്. കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട്
നോർമലി 6 to 8 hours ജേണിയാണ്. അപ്പം അതൊരു 12 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. നല്ല 4 ലൈൻസിൻ്റെ റോഡിൻ്റെ കൺസ്ട്രക്ഷനാണ്. റോഡ് മുഴുവൻ ഓഫ് റോഡിൻ്റെ അതേ ഒരു പ്രതീതി കേട്ടോ. 8 മണിക്കൂർ എടുക്കുന്ന യാത്രയ്ക്ക് ഒരു 15 മണിക്കൂറൊക്കെ എടുക്കും. റോഡില്ല എന്ന് വേണം തന്നെ പറയാം. അതുകൊണ്ടാണ് റോഡിൻ്റെ വീഡിയോ അധികം കവർ ചെയ്യാറ്. ഇന്ത്യ നേപ്പാൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. വരുന്ന 2 വർഷം കൊണ്ട് ഈ റോഡുകളൊക്കെ നന്നായിട്ട് വികസിച്ച് നേപ്പാളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള 4 ലൈൻസ് റോഡുകളായിട്ട് മാറും. പക്ഷെ അതുവരെയുള്ള യാത്ര തികച്ചും ബൈ റോഡ് യാത്ര നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. റോഡില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. They are on full swing of construction, but it's take time. Under bridge, roads, but it's take time. Once it's completed, perfectly fine. Now look at the situation. ശരിക്കും നമ്മുടെ മഹീന്ദ്ര താറൊക്കെ എടുത്ത് വന്നിട്ട് അടിച്ച് പൊളിക്കേണ്ട റോഡും കൂടിയാണിത്. നല്ല ഓഫ് റൈഡ് എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ താറോ അല്ലെങ്കിൽ 4x4 ഒക്കെ എടുത്ത് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ റോഡും കൂടിയാണിത്. നമ്മുടെ ബസ് യാത്ര ചെയ്ത് ഓഫ് റോഡിലോട്ട് യാത്ര ചെയ്ത് അതിൻ്റെ ലീഫ് വരെ അടിച്ചു പോകുന്ന സിറ്റുവേഷനിലായി. അവർ ബോൾട്ട് നെട്ടൊക്കെ ഈ റോഡിലൂടെയാണ് നമ്മൾ ഏകദേശം, അതായത് സുനോലി ബോർഡർ ടു കാഠ്മണ്ഡു വരെ 250 കിലോമീറ്റർ 150 കിലോമീറ്റർ ഈ രീതിയിലുള്ള റോഡാണ്. ഓഫ് റോഡാണ് ഇപ്പം നിലവിൽ. അപ്പോൾ ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നല്ല റോഡ് എത്തിയിട്ടാകുമ്പം വീഡിയോ എടുക്കാം. बाइक वाले की कीमत है? बाइक वाले की कीमत है? बाइक वाले कैसे एडजस्ट करें? चला है बाइक वाला 7 किलो की होगी उसमें एक अंदर में हां दो के चलता होगा तो दिल्ली का बॉर्डर से सफेद हो जाएगा.
ബസ് സുനോലി ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബോർഡറിന് ഒരു ചെക്ക് പോസ്റ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ എത്തി. ചെക്ക് പോസ്റ്റ് ഇതാണ് നേപ്പാൾ ഇന്ത്യ ബോർഡർ. ഇന്ത്യയിലേക്ക് സ്വാഗതം. നമ്മുടെ ബസ് രാത്രി ഏകദേശം 11 മണി സമയമാകുമ്പോഴും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബോർഡറിൽ നിന്ന് ചെക്ക് പോസ്റ്റിംഗ് എന്നൊക്കെ കഴിഞ്ഞു. സുനോലി റോഡ് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുക. നമ്മുടെ റെസ്റ്റോറൻറ്റിന് മുന്നിൽ ചാച്ച പറയുന്നു ഗാഡി കണ്ട റുക്കെങ്കിൽ मैं बोला नहीं रुकेंगे. ചാച്ച ഈ ഹോട്ടലിലെ ഷാദി ക മഹൽ है क्या कुछ समझ में എന്തായാലും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലം. നമുക്ക് ഇവിടെ കാണാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മുടെ യാത്ര തുടരുകയാണ്. ബസ്സിലേക്ക് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നു. ഇനി എല്ലാവരും ബസ് കയറുന്നു, സുഖനിദ്രയിലേക്ക് പോകുന്നു. നമ്മളങ്ങനെ ഒരു ലഞ്ച് ബ്രേക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈറൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് നമ്മൾ ഡൽഹി റീച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. दिल्ली पहुंच गया. The final destination. ബസ് ഇവിടെ ഡൽഹി പോയിന്റ് അംബേദ്കർ ടെർമിനലിലെത്തി നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.